തിരുമേനി സെന്റ് ആന്റണീസ് ഇടവകാംഗമായ ഫാദർ ഫ്രാൻസിസ് മൂന്നാനാൽ CMIയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ രജത ജൂബിലി തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്നു. ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ ഫാദർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ വിജ്ഞാനമാണ്. രണ്ടാമത്തെ കാര്യം ഈ വിജ്ഞാനം അദ്ദേഹത്തെ കൂടുതൽ വിവേകിയാക്കി തീർത്തു. ഈ വിവേകം അദ്ദേഹത്തെ ഒരു വിശുദ്ധ പൗരോഹിത്യത്തിന്റെ ഉടമയാക്കി മാറ്റുകയാണ്. അതായത് 25 വർഷക്കാലം പൗരോഹിത്യം ജീവിച്ചപ്പോൾ അദ്ദേഹം വിജ്ഞാനത്തിന്റെ ഒരു വക്താവായിരുന്നു. അതോടൊപ്പം തന്നെ വിവേകത്തിന്റെ ഒരു ആൾരൂപമായിരുന്നു, വിശുദ്ധിയുടെ ഒരു പരിവേഷമായിരുന്നു. ഈ 3 മേഖലയിലും ഞാൻ പറയും റേഡിയത്തിൽ 100% വിശ്വസ്ത പുലർത്തിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെ ഇവിടെ എത്തിക്കാനും വിശുദ്ധ കുർബാനയിലൂടെയും തിരുസന്ദേശത്തിലൂടെയും ഈ മീറ്റിങ്ങിലൂടെയൊക്കെ തന്റെ പൗരോഹിത്യത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കി മാറ്റാനായിട്ട് റേഡിയത്തെ സാധിച്ചത്. ഈ അവസരത്തിൽ ഈ ജൂബിലിയുടെ എല്ലാവിധ ദൈവാനുഗ്രഹം ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജസ്റ്റിനത്തിന്റെ ഭാഷകാരൻ 7 വർഷക്കാലം കാർമൽഗിരി സെമിനാരിയിലും മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് നിർബന്ധമായി വന്നിരിക്കണമെന്ന് പറഞ്ഞു. അന്നും പറഞ്ഞമായിരുന്നു നിർബന്ധമായി വരണമെന്ന്. അതുകൊണ്ട് ജസ്റ്റിനെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. CMI കോഴിക്കോട് പ്രൊവിഡൻസ് സുപ്പീരിയർ ഫാദർ ജോൺ വെള്ളക്കട അധ്യക്ഷത വഹിച്ചു. അനുഗ്രഹിക്കുന്ന കുടുംബങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഈ കുടുംബത്തോടുള്ള സഭയുടെ നന്ദിയും CMI സഭയുടെ നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അറിയിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. ഫ്രാൻസിസ് അച്ഛന് എൻ്റെ ഒരു ബാച്ച് സീനിയറാണ്. അദ്ദേഹം പരിശീലന കാലം തൊട്ട് അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ചടങ്ങിൽ സിസ്റ്റർ ഡിഗ്ന MSMI, ഫാദർ ജോമോൻ മങ്കുഴിക്കരി, സിസ്റ്റർ ലൂസി നരിക്കാട്ടുമറ്റം MSMI, ഫാദർ മാത്യു മൂന്നാനാൽ, ഫാദർ ജസ്റ്റിൻ മൂന്നാനാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മൂന്നാനാൽ കുടുംബത്തെയും CMI സഭയെ സംബന്ധിച്ചുള്ള ഒത്തിരിയേറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു നിമിഷമാണിന്ന്. അത് നമ്മുടെ പ്രിയപ്പെട്ട റെജി അച്ഛൻ തന്റെ സന്യാസ പൗരോഹിത്യത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ഒത്തിരിയേറെ നന്ദിയോടും കൃതജ്ഞതയോടും കൂടെ നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനെ അജപാലകനായിട്ട് നിയമിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി, പ്രായമാകുമ്പോൾ നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നീ പോകുമെന്ന്. ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് ഇഷ്ടത്തോടെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് സന്യാസം എന്ന് പറയുന്നത്. ഈ നീളുടെ 25 വർഷം അച്ഛൻ പൂർത്തിയാകുമ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അച്ഛൻ കടന്നുപോയ വഴികളും അച്ഛൻ ഏറ്റെടുത്ത ചുമതലകളും എല്ലാം അച്ഛൻ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അച്ഛൻ സിസ്റ്റർ പറയുകയുണ്ടായി, അച്ഛൻ ചെറുപ്പത്തിൽ പോലീസുകാരനാകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് അതീതമായി ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പോകുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ നീണ്ട 25 വർഷം അച്ഛന് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ദൈവത്തിന്റെ സഹായത്തോടും കൃപയോടും കൂടെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഈ നിമിഷം നന്ദി പറയുകയാണ്. ഈ നിമിഷം അച്ഛന് ഭാവി മുൻപോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നതോടൊപ്പം തിരുമേനി ഇടവകയുടെയും പ്രത്യേകിച്ച് തിരുമേനി ഇടവകയിലെ വികാരിയച്ഛൻ്റെയും ഇടവക ജനങ്ങളുടെയും പേരിൽ ജൂബിലിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലന്റ് വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതല്ല പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി, നിങ്ങളുടെ